എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷ റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് SSLC ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് +1 പ്രവേശനത്തിനുള്ള അപേക്ഷകൾ മെയ് 14 തീയതി മുതൽ ആരംഭിക്കും. SSLC പരീക്ഷ തോറ്റിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു SSLC സേ പരീക്ഷയ്ക്കുള്ള അപേക്ഷ മെയ് 14 മുതൽ 17 തീയതി വരെ നടക്കുകയും മെയ് 28 തീയതി മുതൽ ജൂൺ 2 തീയതി വരെ SSLC സേ പരീക്ഷ നടക്കുകയും ചെയ്യും. റിസൾട്ട് ജൂൺ ലാസ്റ്റോടെ വരികയും പിന്നീട് നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും. അതുവഴി +1 പ്രവേശനത്തിനുള്ള അഡ്മിഷൻ നേടാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വഴി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും +1 പ്രവേശനത്തിനായിട്ട് ഇപ്പോൾ വിദ്യാർത്ഥികളെ ഈ ഒരു സ്കൂളുകളിലേക്ക് ചേർക്കുന്നതിനായിട്ട് അതായത് അലോട്ട്മെൻറ്റ് പ്രോസസ്സിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടായിരിക്കും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കാത്തിരിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ ഓപ്ഷൻ നൽകുന്ന സമയത്ത് ഏത് സ്കൂളും കോഴ്സുമാണ് ഓപ്ഷൻ നൽകേണ്ടത്, സ്കൂളും കോഴ്സും ഓപ്ഷൻസ് ആയിട്ട് നൽകുന്ന സമയത്ത് എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഈ ഒരു വീഡിയോ വഴി സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. കാരണം മറ്റ് ടോപ്പിക്കുകളൊന്നും ഇതിലിടുന്നില്ല, കാരണം വീഡിയോ വളരെയധികം ലെങ്ത് കൂടിപ്പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സ്കൂളും കോഴ്സും തിരഞ്ഞെടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതായത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആദ്യം തന്നെ എന്താണ് സ്കൂൾ കോഴ്സ് ഓപ്ഷൻ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു +1 പ്രവേശനത്തിനായിട്ട് അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്കായിട്ട് hskap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വെബ്സൈറ്റ് ആയിട്ടുള്ള vhskap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴിയും അപേക്ഷിക്കാം. ഒരു വിദ്യാർത്ഥിക്ക് 2 വിഭാഗങ്ങളിലേക്കും അപേക്ഷിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിലധികം ജില്ലകളിലേക്ക്, അതായത് നിങ്ങൾക്ക് 2-3 ജില്ല വേണമെങ്കിൽ അങ്ങനെ 2-3 ജില്ലകളിലേക്കും ഒന്നിലധികം കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എന്താണ്, അത് സ്കൂൾ കോഴ്സ് ഓപ്ഷൻ എന്താണ് എന്നുള്ളത് പറയാം. നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ ഒരു തിരുവനന്തപുരം ജില്ലക്കാരാണ് എന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ ഏതെങ്കിലും ഒരു സ്കൂളിലേക്ക് അഡ്മിഷൻ നേടാനായിട്ട് നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു സ്കൂളല്ല നിങ്ങൾ ഓപ്ഷനായിട്ട് വെക്കുക, വിവിധ സ്കൂളുകൾ ഓപ്ഷൻസ് ആയിട്ട് വെക്കും. വിവിധ സ്കൂൾ വെക്കും. ആ ഒരു സ്കൂളിലെ വിവിധ കോഴ്സുകളിലേക്ക് നിങ്ങൾ ഓപ്ഷൻ വെക്കും. അതായത് ആ ഒരു സ്കൂളിൽ ഇന്ന കോഴ്സ് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒന്നിലധികം ഈ ഒരു ഇന്ന കോഴ്സ് മറ്റൊരു കോഴ്സ് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഓപ്ഷൻസ് വെക്കും. അപ്പോൾ ഇങ്ങനെ സ്കൂളും കോഴ്സും നൽകുന്നതിനാണ് ഓപ്ഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇന്ന സ്കൂളിൽ കിട്ടാനായിട്ട് താല്പര്യമുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ പ്രയോറിറ്റി ബേസ് അനുസരിച്ച് 1, 2, 3 ഈ രീതിയിൽ നിങ്ങൾ നൽകുന്ന സ്കൂളുകളെയും കോഴ്സുകളെയാണ് സ്കൂൾ കോഴ്സ് ഓപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾ സ്കൂൾ നൽകുന്ന സമയത്ത്, സ്കൂൾ ഓപ്ഷനായിട്ട് നൽകുന്ന സമയത്ത് എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാം. സ്കൂൾ ഓപ്ഷൻസ് ആയിട്ട് നൽകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പോയിട്ട് വരാനും അതുപോലെ സ്കൂളിൽ നിന്ന് തിരിച്ചിട്ട് വരാനുമുള്ള സൗകര്യമുള്ള സ്കൂളായിരിക്കണം നൽകേണ്ടത്. അതായത് ഇത് പറയാൻ കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ വർഷം പല വിദ്യാർത്ഥികളും ഏകദേശം കുറേ കിലോമീറ്റർ ദൂരെയുള്ള സ്കൂളുകളൊക്കെ ആയിരുന്നു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നോക്കുമ്പോൾ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റുകളിൽ തന്നെ ആ ഒരു സ്കൂളിൽ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടുകയും അതുപോലെ തന്നെ പിന്നീട് ട്രാൻസ്ഫർ കിട്ടാതെ വരികയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ആ ഒരു വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത്രയും ദൂരെയുള്ള സ്കൂളിൽ എനിക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുന്ന സ്കൂളായിരിക്കണം. അതുപോലെ സ്കൂളിൽ പോയിട്ട് സ്കൂളിൽ നിന്ന് തിരിച്ച് വരാനായിട്ട് പറ്റുന്ന, അതായത് അധിക ദൂരമില്ലാത്ത സ്കൂളുകളായിരിക്കണം. നിങ്ങൾക്ക് ദൂരെയുള്ള സ്കൂളിൽ പോകാനാണ് താല്പര്യമുള്ളതെങ്കിൽ അങ്ങനെയുള്ള ഓപ്ഷൻ വെക്കാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടമാണ് സ്കൂൾ കോഴ്സ് ഓപ്ഷൻ വെക്കുന്നത്. അപ്പോൾ സ്കൂൾ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് പോയിട്ട് വരാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സ്കൂളായിരിക്കണം ഓപ്ഷൻസ് ആയിട്ട് വെക്കേണ്ടത്. നിങ്ങൾക്ക് ഒന്നിലധികം സ്കൂളുകളിലേക്ക് ഓപ്ഷൻ വെക്കാം. ഒരു സ്കൂൾ എന്നല്ല, നിങ്ങൾക്ക് വീടിനടുത്തുള്ള നിങ്ങൾക്ക് പോയി വരാൻ സാധിക്കുന്ന, നിങ്ങൾക്ക് എത്ര സ്കൂളുകളുണ്ടോ അത്രയും സ്കൂളുകളിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാൻ സാധിക്കുന്നതാണ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണെങ്കിൽ നിങ്ങൾ vhskap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴിയും, ഹയർ സെക്കൻഡറി സ്കൂളുകളാണെങ്കിൽ hskap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇനി കോഴ്സിൻ്റെ കാര്യം പറയാം. അത് സ്കൂളിൻ്റേത് പറഞ്ഞു, നിങ്ങൾക്ക് പോയിട്ട് വരാൻ സാധിക്കുന്ന സ്കൂളായിരിക്കാം എന്നുള്ളതാണ് ആദ്യം അതിൻ്റെ പ്രയോറിറ്റി ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് എന്നുള്ളത് നോക്കാം. നിങ്ങൾ കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്താവാനാണ് താല്പര്യം, അല്ലെങ്കിൽ അപ്പോൾ വിവിധ പാരൻസ് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ടാകും. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് എന്താവാനാണ് താല്പര്യം, അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ കോഴ്സ് ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിന് ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട്, അപ്പോൾ ഒരു വിദ്യാർത്ഥി ഈ ഒരു ഹ്യൂമാനിറ്റീസ് പഠിച്ചിട്ട് +2 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിയുടെ ആഗ്രഹം, അതായത് ഈ ഒരു ഹ്യൂമാനിറ്റീസ് ആണ് ആ ഒരു വിദ്യാർത്ഥി പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് നഴ്സിംഗ് പഠിക്കണം എന്നായിരുന്നു. അതായത് നഴ്സിംഗ് പഠിക്കണം എന്നായിരുന്നു. +2ന് ശേഷം നഴ്സിംഗ് പഠിക്കണം എന്നാണ് ആ ഒരു വിദ്യാർത്ഥിയുടെ ആഗ്രഹം. എന്നാൽ ആ ഒരു വിദ്യാർത്ഥിക്ക് നഴ്സിംഗ് അഡ്മിഷൻ നേടാനായിട്ട് പറ്റത്തില്ല. കാരണം ആ ഒരു വിദ്യാർത്ഥി പഠിച്ചിട്ടുണ്ടായിരുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ് ആണ്. ഈ ഒരു നഴ്സിംഗിൻ്റെ യോഗ്യത എന്ന് പറയുമ്പോൾ ബയോളജി സയൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് +2ന് ശേഷം എന്താവാനാണ് ആഗ്രഹം അതിനനുസരിച്ച് വേണം കോഴ്സ് തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ SSLC കഴിഞ്ഞിട്ടുള്ള ഒരു വിദ്യാർത്ഥി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്നുള്ളതിൽ പ്രത്യേകിച്ച് ഒരു ചിന്തയൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഏത് കിട്ടിയാലും പഠിക്കുമെന്നുള്ള ഒരു മനോഭാവമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് അത് ഉണ്ടാവാനായിട്ട് പാടില്ല. നിങ്ങൾക്ക് +2ന് ശേഷം എന്താവാനാണ് താല്പര്യം എന്നുള്ള അത് അനുസരിച്ച് വേണം നിങ്ങൾ കോഴ്സ് തിരഞ്ഞെടുക്കാനായിട്ട്. ഈ ഒരു ബയോളജി സയൻസ് എടുത്തുള്ള പ്രത്യേകത എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് എടുത്ത ഒരു വിദ്യാർത്ഥിയും കൊമേഴ്സ് എടുത്തിരുന്ന വിദ്യാർത്ഥിയും അതുപോലെ ഹ്യൂമാനിറ്റീസ് എടുത്തിരുന്ന വിദ്യാർത്ഥിക്കും പിന്നീട് +2ന് ശേഷം പഠിക്കാൻ സാധിക്കുന്ന ഏതൊരു കോഴ്സും ബയോളജി സയൻസ് എടുത്തിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്.
അതായത് ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് ഹ്യൂമാനിറ്റീസ് പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് നഴ്സിംഗ് പഠിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നു എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതായത് നിങ്ങൾക്ക് എന്താവാനാണ് താല്പര്യം, അതിൻ്റെ യോഗ്യത എന്താണ്, അതിനനുസരിച്ചുള്ള കോഴ്സായിരിക്കണം നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് നൽകേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഉദാഹരണം ജസ്റ്റ് പറഞ്ഞു തരാം. അതായത് ബയോളജി, സയൻസ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ തന്നെ കൊമേഴ്സ്, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു സബ്ജക്റ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബയോളജി സയൻസ് പഠിച്ചൊരു വിദ്യാർത്ഥിക്ക് ഒരു കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചൊരു വിദ്യാർത്ഥി പഠിക്കുന്ന കോഴ്സും, അതുപോലെ തന്നെ കൊമേഴ്സ് പഠിച്ചൊരു വിദ്യാർത്ഥി പഠിക്കുന്ന കോഴ്സും, അതുപോലെ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പഠിക്കുന്ന കോഴ്സും നിങ്ങൾക്ക് പഠിക്കാനായിട്ട്, ബയോളജി സയൻസാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്ക് കൊമേഴ്സ് എടുത്ത ഒരു വിദ്യാർത്ഥി പഠിച്ച സബ്ജക്റ്റും പഠിക്കാം. അതുപോലെ ഹ്യൂമാനിറ്റീസ് എടുത്ത വിദ്യാർത്ഥിക്ക് തുടർ പഠനത്തിൽ പഠിക്കുന്ന സബ്ജക്റ്റും പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ കൊമേഴ്സ് എടുത്തൊരു വിദ്യാർത്ഥി ആണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ഹ്യൂമാനിറ്റീസ് എടുത്തിട്ടുള്ള വിദ്യാർത്ഥി പഠിക്കുന്ന ആ ഒരു സബ്ജക്റ്റ് പഠിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ചില കോഴ്സുകൾ കോമൺ ആയിട്ട് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന കോഴ്സുകളും ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു പ്രവേശനത്തിനായിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ നൽകുന്ന സമയത്ത്, കോഴ്സ് നൽകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ബയോളജി സയൻസിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി നൽകാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ താല്പര്യമാണ് എന്താവണം എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ബയോളജി സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ബയോളജി സയൻസാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ബയോളജി സയൻസിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബയോളജിയാണ്. ബയോളജി, അതുപോലെ തന്നെ ഈ ഒരു മാത്സ്, അതുപോലെ തന്നെ ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി എന്നിങ്ങനെ ഈ ഒരു 4 സബ്ജക്റ്റുകളാണ് ഇതിൽ കോമൺ ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു കോമൺ ആയിട്ട് ഈ ഒരു സബ്ജക്റ്റുകൾ ഉള്ള നിങ്ങൾ ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മെഡിക്കൽ ഫീൽഡിലേക്കും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കും പഠിക്കാൻ പറ്റും. ബയോളജി സയൻസ് നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് അതായത് ഈ ഒരു +2 പഠിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഏത് കോഴ്സ് എടുത്തു കഴിഞ്ഞാലും അതിൽ ഒരു 50% മുകളിലായിട്ട് മാർക്ക് വാങ്ങിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ വിവിധ കോഴ്സുകൾ പഠിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഈ ഒരു കോഴ്സ് എടുത്തു എന്നതുകൊണ്ട് ഈ ഒരു മേഖലയിലേക്ക് പോകാൻ പറ്റുമെന്നുള്ളതല്ല. നിങ്ങൾ ഈ ഒരു കോഴ്സ് എടുക്കുകയും ഇതിന് 50%-ലധികം മാർക്ക് വാങ്ങിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ വിവിധ മേഖലകളിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ അത് നിങ്ങൾ ഏത് കോഴ്സ് എടുത്തു കഴിഞ്ഞാലും ആ ഒരു രീതിയിലാണ്. അതായത് 50%-ലധികം മാർക്ക് നിങ്ങൾ +1 +2-ൽ ടോട്ടലായിട്ട് വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ചില കോഴ്സുകൾക്ക് +2-ന്, അതായത് എഞ്ചിനീയറിംഗ് അതുപോലെ മെഡിക്കൽ ഫീൽഡിലേക്കുള്ള കോഴ്സിന് +2 അതായത് സെക്കൻഡ് ഇയറിൽ 50%-ലധികം മാർക്ക് വാങ്ങിക്കേണ്ടതായിട്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഏത് കോഴ്സ് എടുത്തു കഴിഞ്ഞാലും നല്ലൊരു മാർക്ക് വാങ്ങിച്ചാലേ നിങ്ങൾക്ക് തുടർ പഠന സാധ്യതകൾ കൂടുതലായിട്ട് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ബയോളജി സയൻസാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൽ എഞ്ചിനീയറിംഗ് പഠിക്കാം, അതുപോലെ തന്നെ ഡോക്ടർ ആവാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫാർമസിസ്റ്റ് ആവാം, അതുപോലെ ആർക്കിടെക്ചർ ആവാം. ഇതുപോലെ വിവിധ കോഴ്സുകൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബാങ്കിങ് മേഖല വേണമെങ്കിൽ അങ്ങനെ പോയിട്ട് പഠിക്കാം. നിങ്ങൾക്ക് ഏത് കോഴ്സ് വേണമെങ്കിലും ഈ ഒരു ബയോളജി സയൻസാണ് പഠിക്കുന്നതെങ്കിൽ പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ബയോളജി സയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബയോളജി സയൻസിന് ഉണ്ട്, എന്നാൽ അതിൽ മാത്സ് ഉണ്ടാവില്ല. ഗ്രൂപ്പ് ബി കോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉണ്ടാവുക. അതിൽ ബയോളജി ഉണ്ടാവും, ഫിസിക്സ് ഉണ്ടാവും, കെമിസ്ട്രി ഉണ്ടാവും, എന്നാൽ മാത്സ് ഉണ്ടാവില്ല. മാത്സ് നിങ്ങൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു മാത്സ് അഡീഷണൽ ആയിട്ട് പഠിച്ചാൽ മതിയാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ കൊമേഴ്സ് പഠിച്ച വിദ്യാർത്ഥികൾ പഠിക്കുന്ന BCom വേണമെങ്കിൽ പഠിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു BA കോഴ്സുകൾ പഠിക്കാം. ഹ്യൂമാനിറ്റീസ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പറ്റുന്ന BA കോഴ്സുകൾ വേണമെങ്കിൽ പഠിക്കാം. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ മേഖലയിലേക്കുള്ള കോഴ്സുകൾ പഠിക്കാം. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോകാം, അതായത് എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ആർക്കിടെക്ചർ, അതുപോലെ തന്നെ ഫാർമസി, ഈ ഒരു മേഖലയിലേക്ക് പോകാം. കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർക്ക് ഈ ഒരു മെഡിക്കൽ മേഖലയിലേക്ക് പോകാൻ പറ്റില്ല. അതായത് മെഡിക്കൽ എന്ന് പറയുമ്പോൾ അതിൽ ഈ ഒരു ഡോക്ടർ ആവാനായിട്ട് പറ്റത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് കൊമേഴ്സ് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഫീൽഡിലേക്ക് പോകാം, അതുപോലെ ബാങ്കിങ് ഫീൽഡിലേക്ക് പോകാം, അതുപോലെ തന്നെ BA കോഴ്സുകൾ ചെയ്യാൻ പറ്റും. അതുപോലെ ടീച്ചർ ആവണമെങ്കിൽ ടീച്ചർ ആവാൻ സാധിക്കും. എന്നാൽ ബയോളജി ആ ഒരു വിഭാഗത്തിലുള്ള ടീച്ചർ ആവാനായിട്ട് പറ്റുന്നതല്ല. ഇനി അടുത്തത് ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ മേഖലയിലെ കോഴ്സുകൾ പഠിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ BA കോഴ്സുകൾ പഠിക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ അതുപോലെ BCom പഠിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലും നിങ്ങൾക്ക് വിവിധ കോഴ്സുകൾ പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാ കോഴ്സുകളും പഠിക്കാൻ പറ്റുന്ന ആ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബയോളജി സയൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആവാൻ താല്പര്യം അതിനനുസരിച്ച് നിങ്ങൾ കോഴ്സ് തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പൈലറ്റ് ആവാനാണ് താല്പര്യമുള്ളതെങ്കിൽ നിങ്ങൾ ബയോളജി സയൻസ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതാണ് അതിൻ്റെ യോഗ്യതയിലൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൈലറ്റൊക്കെ ആവാനാണ് താല്പര്യമുള്ളതെങ്കിൽ നിങ്ങൾ ബയോളജി സയൻസ് എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതുപോലെ നഴ്സിംഗ് അതുപോലുള്ള മേഖലയിലേക്ക് പോകാനാണ് താല്പര്യമുള്ളതെങ്കിൽ നിങ്ങൾ ബയോളജി സയൻസ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ പഠിക്കുമെന്നുള്ള കോഴ്സുകൾ മാത്രമേ ഓപ്ഷൻസ് ആയിട്ട് ഫസ്റ്റ് ഉൾപ്പെടുത്താവൂ. ആ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് നിങ്ങൾ ഓപ്ഷൻ നൽകുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ 1, 2, 3 എന്നുള്ളതാണ് ഈ ഒരു രീതിയിലാണ് നൽകുക. നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാനുള്ള പേജിൽ ഇതുപോലെ ഒരു ബോക്സ് ഉണ്ടാകും. അവിടെ സ്കൂൾ, നിങ്ങൾക്ക് ഏത് സ്കൂളാണ് വേണ്ടത് ആ സ്കൂളിൻ്റെ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് വരും. അതിൽ നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണ് ഒന്നാമതായിട്ട് സെലക്ട് ചെയ്യേണ്ടത് അതിനനുസരിച്ച് സെലക്ട് ചെയ്ത് സേവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് സെറ്റ് ചെയ്യും. അടുത്ത സ്കൂൾ കോഡ് അതുപോലെ തന്നെ
ആ ഒരു സെയിം സ്കൂൾ കോഡാണെങ്കിൽ ആ സെയിം സ്കൂൾ കോഡ് കൊടുത്ത് അടുത്ത കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ വരും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഓപ്ഷൻ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആദ്യം എല്ലാ സ്കൂളുകളിലേക്കും ബയോളജി സയൻസ് ഓപ്ഷൻ കൊടുക്കുക, പിന്നീട് കമ്പ്യൂട്ടർ സയൻസ് ഓപ്ഷൻ കൊടുക്കുക, പിന്നീട് നിങ്ങൾക്ക് കൊമേഴ്സ് ഓപ്ഷൻ കൊടുക്കുക, ഹ്യൂമാനിറ്റീസ് വേണമെങ്കിൽ ഹ്യൂമാനിറ്റീസ് ഓപ്ഷൻ കൂടി നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അതിന് താഴെയുള്ള എല്ലാ ഓപ്ഷനും അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതല്ല. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്കൂളിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സ്കൂളിൽ തന്നെ പോയിട്ട് ടെമ്പററി അഡ്മിഷനെങ്കിലും നേടേണ്ടതായിട്ട് വരും. അതായത് ഞാൻ ജസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ കാര്യം പറയാം. നിങ്ങൾ ആദ്യം അപേക്ഷ സമർപ്പിക്കുന്നു. അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു നിശ്ചിത ദിവസത്തിനകം ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം, എഡിറ്റ് ചെയ്യാനൊക്കെയുള്ള സൗകര്യമുണ്ടാവും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച ശേഷമാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏത് സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ട്രയൽ അലോട്ട്മെൻറ്റ്. ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ ഒന്നും നേടേണ്ടതില്ല. കാരണം ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ പുതുതായിട്ട് ഏതെങ്കിലും സ്കൂൾ കോഴ്സ് ഓപ്ഷൻ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപേക്ഷയിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താം. അതുപോലെ എന്തെങ്കിലും റിസർവേഷൻ കാര്യങ്ങളൊക്കെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർക്കാനും സാധിക്കും. ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന ശേഷം പിന്നീട് വരുന്നതാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്കൂളിൽ നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ അവിടെ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടി വരും. എല്ലാ സർട്ടിഫിക്കറ്റും കൊടുക്കണം, അതുപോലെ അഡ്മിഷൻ ഫീസും കൊടുക്കണം. അതിനുശേഷം അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഫസ്റ്റ് ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ പിന്നീട് ട്രാൻസ്ഫർ ഒന്നും ഉണ്ടാവില്ല. ട്രാൻസ്ഫർ ഏറ്റവും അവസാനത്തെ ട്രാൻസ്ഫറിൽ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുന്നതായിരിക്കും, സ്കൂൾ മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ഫസ്റ്റ് ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കുന്ന, അതായത് 1, 2, 3 ഈ രീതിയിൽ ആദ്യത്തെ പ്രയോറിറ്റി ആയിട്ട് കൊടുക്കുന്ന എല്ലാ സ്കൂളുകളും കോഴ്സുകളും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ അഡ്മിഷൻ നേടുമെന്ന് ഉദ്ദേശിക്കുന്ന സ്കൂളും കോഴ്സും മാത്രമേ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താവൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. കാരണം ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയാൽ പിന്നീട് ട്രാൻസ്ഫറിനുള്ള സൗകര്യം ഉണ്ടാവില്ല. അത് ട്രാൻസ്ഫർ ഏറ്റവും അവസാനത്തെ ട്രാൻസ്ഫറിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയാൽ കിട്ടിയെന്നുള്ള ഒരു രീതിയായിരിക്കും. കാരണം അപ്പോഴേക്കും സീറ്റൊക്കെ ഏകദേശം ഫില്ലായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള സ്കൂളും കോഴ്സുകളും മാത്രമേ ഓപ്ഷൻസ് ആയിട്ട് ആദ്യം ഉൾപ്പെടുത്താനായിട്ട് പാടുള്ളൂ. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷനല്ല രണ്ടാമത്തെ ഓപ്ഷനൊക്കെയാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ടെമ്പററി അഡ്മിഷൻ നേടാനായിട്ട് പറ്റുന്നതാണ്. ഒന്നിന് താഴെ ഏത് ഓപ്ഷൻ കിട്ടിയാലും ടെമ്പററി അഡ്മിഷൻ നേടാം. താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് കിട്ടിയുള്ള കോഴ്സും ആ ഒരു സ്കൂളും താല്പര്യമുള്ളതാണെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേ രീതിയിൽ ടെമ്പററി അഡ്മിഷനിൽ തുടരാം. ഒന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണം. രണ്ടാമത്തെ അതിന് താഴെയുള്ള മറ്റേതെങ്കിലും ഓപ്ഷൻ ആണെങ്കിൽ ടെമ്പററി അഡ്മിഷൻ നേടാം. ഇതിന് ശേഷമാണ് മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് വരിക. അപ്പോൾ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ആദ്യത്തെ സ്കൂളല്ല മറ്റൊരു സ്കൂളിലേക്കാണ് കിട്ടിയതെങ്കിൽ ആ ഒരു ആദ്യത്തെ സ്കൂളിൽ നിന്ന് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വാങ്ങി പുതിയ സ്കൂളിൽ പോയിട്ട് നിങ്ങൾ അവിടെ ടെമ്പററി അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരും. ടെമ്പററി അഡ്മിഷന് ഫീസൊന്നും കൊടുക്കേണ്ടതില്ല. അടുത്തതായിട്ടുള്ളത് നിങ്ങൾക്ക് മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് വരും. അപ്പോൾ മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പുതുതായിട്ടൊരു സ്കൂൾ കിട്ടി, അല്ലെങ്കിൽ ആദ്യത്തെ സ്കൂൾ തന്നെയാണ് ആ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഉള്ളതെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് കിട്ടിയ സ്കൂൾ ഏതാണോ അവിടെ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നിങ്ങൾ നേടേണ്ടതായിട്ടുണ്ട്. പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പിന്നീട് നിങ്ങളെ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഒഴിവാക്കുന്നതായിരിക്കും. പിന്നീട് ഏറ്റവും അലോട്ട്മെൻറ്റിലെ ലാസ്റ്റ് ഘട്ടത്തിലൊക്കെ ചിലപ്പോൾ ചാൻസ് കിട്ടിയാൽ നിങ്ങൾക്ക് ഒരു അപേക്ഷ സമർപ്പിക്കാം എന്നുള്ളത് മാത്രമാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളും കോഴ്സുകളും മാത്രം ഓപ്ഷൻസ് ആയിട്ട് നൽകുക. അപ്പോൾ മെയ് 14-ാം തീയതി മുതൽ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.